എല്ലാ പദ്ധതിയുമായി എല്ലാ ദൈവത്തിനായി ദൈവത്തെ കുറിച്ച് വാഴ്ചയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ ഭാഗമാക്കി അയക്കാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് നമ്മുടെ ആയുസ്സിൽ ദൈവം നൽകുന്നതായ ദൈവത്തിന് ഇരിപ്പാൻ ദൈവം നമുക്ക് നൽകുന്നതായ നല്ല സന്ദർഭങ്ങൾക്കായി നമ്മുടെ കൈകൾ ഉയർത്തി സ്വന്തം പറയാം. 16-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. സങ്കീർത്തനത്തെ കുറിച്ച് പഠിച്ചുകൊള്ളവർക്കറിയാം. 2, 8, 16, 22 തുടങ്ങിയ സങ്കീർത്തനങ്ങൾ മധ്യകാ സങ്കീർത്തനങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. മധ്യകാ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളെയാണ് മധ്യകാ സങ്കീർത്തനം എന്ന് അറിയപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യം അതിന് ഉപോത്ബലകമാണ്. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. നിന്റെ വിശുദ്ധനെ എന്നാണ് എഴുതിയിരിക്കുന്നത്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റവനാണ് ദൈവത്തിന്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം മഹികാ സങ്കീർത്തനം ആയിരിക്കും. ചില ഭാഗങ്ങൾ കൂടെ അത് തെളിവുകളായിരുന്നു. ഈ സങ്കീർത്തനത്തിലെ പല വാക്യങ്ങളും നമുക്ക് വളരെ സന്തോഷത്തോടെ ചിന്തിക്കാൻ കഴിയുന്നതാണ്. അതിലൊന്ന് പ്രാർത്ഥനയിൽ നാം ഓർത്തതാണ്, ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാണ്, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. ഈ വാക്യം അതുപോലെ വിശ്വസിച്ച ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ദൈവമക്കൾക്ക് നന്മയുണ്ട്, ഇതെന്നല്ല. ലോകത്തിലെ മക്കൾക്ക് നന്മയുണ്ട്. കാരണം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേകതയുണ്ട്, ദൈവം തന്നതായി നന്മ. വ്യക്തമാണ്. അവർ ദൈവം തന്ന നന്മകൾ ലഭിച്ച എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും നടത്തപ്പെടുകയും ചെയ്യും. 5-ാം വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് അവസാനിപ്പിച്ച 5-ാം വാക്യം ദയവായി പൂർണ്ണമായി. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാണ്. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. ദൈവമക്കളുടെ ജീവിതത്തിൽ അവകാശങ്ങളുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നവരാണ് നമ്മുടെ ദൈവം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ അവകാശങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ തന്നെ ഭൗതികമായ അവകാശങ്ങളും ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നാം അവകാശികളായത് എന്ന് ചിന്തിക്കണം. ദൈവവചനം പറയുന്നു, മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളുമാകുന്നു. ആത്മീയവും ഭൗതികവുമായ ദൈവത്തിന്റെ അവകാശങ്ങൾക്ക് നാം അവകാശികളായിത്തീരുവാനുള്ള കാരണം നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ്. ദൈവമക്കളായിരുന്ന ദൈവമക്കളെ ഒന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. നമുക്ക് ദൈവമക്കളാണ് ഒരു ഭാഗ്യം ദൈവം തന്നല്ലോ. എങ്ങനെയാ ദൈവമക്കളായത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരുമാർക്കാണ് ഏവരും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുക്കും, അധികാരം കൊടുക്കും. അപ്പൊ നാം ദൈവമക്കളാകാൻ കാരണം അവനെ കൈക്കൊണ്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവന്റെ അവകാശം നമുക്ക് ലഭിച്ചത്. ഈ വിഷയം തെളിയിക്കണമെങ്കിൽ റോമാലേഖനത്തിലൊക്കെ പോയി വലിയ പ്രസംഗം നടക്കണം. അതിന് സമയമില്ല. ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറഞ്ഞു, അവർ ഇസ്രായേലിയരാണ്, വാഗ്ദത്തം അവർക്കുള്ളതാണ്, ആരാധന അവർക്കുള്ളതാണ്, ന്യായപ്രമാണം അവർക്കുള്ളതാണ്. ഇങ്ങനെ പലതും അവർക്കുള്ളതാണെങ്കിലും യഥപ്രകാരം ക്രിസ്തുവും അതിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് അവരെക്കുറിച്ച് വലിയ പാരമ്പര്യം പറഞ്ഞിട്ട് താൻ രണ്ടാമത് പറയുകയാണ്, അതെ, ഇസ്മായേലിൽ നിന്ന് ജനിച്ചവരല്ല മക്കളെന്ന് എണ്ണപ്പെടുന്നത്, ഇസ്ഹാക്കിൽ നിന്ന് ജനിച്ചവരാണ് മക്കളെന്ന് എണ്ണപ്പെടുന്നത്. ഇസ്ഹാക്ക് ആരാണ്? വാഗ്ദത്ത
സന്തതിയാണ്. ദൈവത്തിന് സ്വന്തം. അതുകൊണ്ടാണ് നാം തിരുവനന്തപുരത്ത് ഉദ്ധരിച്ചത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണത്തില്ല. ദൈവത്തിന്റെ മൈതലെ ഇന്ന് രാത്രി കാലങ്ങളിലായിരിക്കുമ്പോൾ ഒരു ദൈവവൈദ്യരായിരിക്കാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം നമ്മുടെ കൈകളിൽ പറയാം. ഒരു ദൈവവൈദ്യരായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു എന്നതാ. അത് ദൈവമക്കൾക്ക് പുത്രത്വ അവകാശം മാത്രമല്ല, അവർക്ക് മറ്റവകാശങ്ങളും ദൈവം കൊടുത്തു. അവരുടെ അവകാശമാണ് 127-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ ഒന്ന് വായിച്ചാൽ, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. ദൈവത്തിന് ബോധം. അങ്ങനെയാണെങ്കിൽ മക്കളെ ലഭിച്ചിട്ടുള്ളവർക്ക് ദൈവത്തിന് ബോധം പറയാം. മക്കൾ ആരാണ്? യഹോവ നൽകുന്ന അവകാശമാണ്. സ്വന്തം ഈ അവകാശം ദൈവം നമുക്ക് തന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മക്കളെ ഭാവം നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്. നോക്കണം, അവിടെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു അവകാശം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. 47-ാം സങ്കീർത്തനം ഒന്നെടുത്താൽ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 47. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുക്കുന്നു. ഏതാണ്? താൻ സ്നേഹിച്ച യാക്കോബിന്റെ സാക്ഷ്യഭൂമിയെ തന്നെ. ദൈവം നമുക്ക് തിരഞ്ഞെടുത്ത് തന്ന അവകാശമുണ്ട്. ആ അവകാശം താൻ സ്നേഹിച്ച യാക്കോബിന്റെ സാക്ഷ്യഭൂമിയാണ്. ആ ഭൂമിയെ കുറിച്ചാണ് ബൈബിൾ അക്ഷരീക കനാൻ എന്ന് നാം പറയുന്നത്. BC 1450 യോശുവ അളവ് ചെലവ് പിടിച്ച ഇസ്രായേൽ ജനത്തിന് വേണ്ടി വിഭാഗിച്ചു കൊടുത്തതായിരിക്കുന്ന, ഗോത്രങ്ങൾക്ക് വേണ്ടി വിഭാഗിച്ചു കൊടുത്തതായ അവകാശങ്ങളുണ്ട്. പക്ഷേ ആ അവകാശം ചുമ്മാതെ പാലിക്കാൻ പറ്റത്തില്ല. ആ അവകാശം ഓരോ ഗോത്രവും അതിനകത്തുള്ള ദുഷ്ടശക്തികളെയും ജനത്തെയും ഓടിച്ചിട്ട് അവകാശമാക്കേണ്ടതാണ്. വാസ്തവം ദൈവം നമുക്ക് അവകാശമായി തന്നിട്ടുണ്ടെങ്കിലും അത് വിശ്വാസത്താൽ ദൈവം അവകാശം പാലിക്കണം. വെറുതെ കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, കണ്ണുണച്ച് വിശ്വസിക്കുന്നു എന്ന് ശരിയാണെങ്കിലും ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു. വാസ്തവങ്ങളെ പ്രാപിക്കുവാൻ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. അത് പ്രാർത്ഥിച്ചു പ്രാപിക്കണം. ആത്മീക യുദ്ധം ചെയ്ത് പ്രാപിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്ക് പോരാട്ടങ്ങളോടും ജനതകളോടും അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്തരീക്ഷത്തിലെ ദുഷ്ടാത്മസേനകളോടും നമുക്ക് പോരാട്ടമുണ്ട്. അങ്ങനെ പോരാളിയാണ് നാം അവകാശത്തെ കൈകാട്ടുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി സ്വാതന്ത്ര്യം. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ദൈവം നിർവഹിച്ചിരിക്കുന്ന വാസ്തവത്തെ ഈ അവകാശമാക്കേണ്ടതുണ്ട്. ആ അവകാശം ശത്രു കൈകളിലേക്ക് വെക്കുവാൻ നീ സമ്മതിക്കരുത്. ദൈവത്തിന്റെ സ്വന്തം ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്റെ ഇരിക്കത്തില്ലെന്ന എന്റെ ദൈവം പറഞ്ഞത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ അവർക്കായി ദൈവത്തെ ഭാഷം നിന്റെ ജീവിതത്തിൽ പോയിത്തോളം പല അവകാശങ്ങൾ നിനക്കുണ്ടെങ്കിലും ദുഷ്ടൻ കൈയടത്തി ചെങ്കോലാകുന്ന അധികാരം ഉപയോഗിച്ച് അത് കീഴ്പ്പെടുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. ആ അവകാശത്തിന് നിനക്ക് ജയം വരാൻ ദൈവത്തിന്റെ രാത്രികാലം കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് അവകാശത്തിന്മേലുള്ള ജയമെടുക്കും. അവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നു. രാത്രികാലം അവരുടെ അവകാശം അവൻ നമുക്ക് തന്നിരിക്കുകയാണ്. അതിന് 2ാം ഭാഗമുണ്ട്. ഇതുവരെ പ്രാപിച്ച ഇസ്രായേൽ മക്കൾ പ്രാപിച്ച അതേ അവരുടെ അവകാശങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചതാണെങ്കിൽ ഇനിയൊരു വാർത്ത പകരാൻ നമ്മുടെ മുമ്പിലുള്ള ആരും യുദ്ധം ചെയ്ത് പിടിക്കേണ്ട സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യധനാനായി ഞാൻ ദൈവത്തെ തുണിച്ചതോ ആ പ്രത്യാശ നമ്മുടെ ഉള്ളത്തിലിരിക്കണം. നമുക്ക് ഇത് മാത്രമല്ല, അവകാശം മാത്രമല്ല, അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയ്ക്കുള്ളതാണ്. ഓരോ ദൈവത്തിന്റെ പൈതലും അവകാശമെന്ന് ശരിയാണ്. അപ്പോൾ തന്നെ ദൈവം അവർക്ക് പാനപാത്രം കൊടുത്തിട്ടുണ്ട്.
ഇവരാത്രി കഷ്ടതയുടെ ആ പാനപാത്രത്തിന് നിനക്കൊരു പങ്കുകാരനുണ്ടെന്ന് ഓർത്തോണം. ഒറ്റക്കല്ല ക്രൈസ്തവൻ. ഹല്ലേലൂയ. അവരുടെ കട്ടുമതൂരൻ അവരുടെ കഷ്ടപ്പാടുകളിലൊക്കെയും കഷ്ടപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ വേദനയിൽ, നിന്റെ പ്രയാസത്തിൽ, നിന്റെ ഭാരത്തിൽ, ഇല്ലായ്മയിൽ നിനക്കൊരു പങ്കുകാരനുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളായി ദൈവത്തെ കുറിക്കുന്നു. ഒരു പച്ചക്കൽ കൂട്ടു സഹോദരൻ പങ്കാളിയായില്ലെന്ന് വരാം, കൂട്ടു സഹോദരി പങ്കാളിയായില്ലെന്ന് വരാം, അവൻ കൂട്ടുദാസൻ പങ്കാളിയായില്ലെന്ന് വരാം, ലോകത്തിന്റെ കാര്യം പങ്കാളിയായില്ലെന്ന് വരാം. എങ്കിലും നിന്റെ കഷ്ടതയിൽ നിന്റെ കൈവിടാത്ത ഒരു കർത്താവ് നിന്റെ പങ്കുകാരനായി നിന്നോട് കൂടെ ഇരിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തെ ഇല്ല. എനിക്കൊരു പങ്കുകാരനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്റെ വേദനയിൽ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെയായിരിക്കുമല്ല, അവനാണ് എന്നോട് മുൻപ് പ്രപഞ്ചിക്കാനൊക്കെ തുടങ്ങിയാൽ മണിക്കൂറുകളിൽ സത്യമായി നിൽക്കേണ്ടതായിട്ട് വരും. ഇത് രാത്രി വാർത്തിക്കട്ടെ. ആരെങ്കിലും കഷ്ടതയുടെ കൈപ്പിടിനെ കുറിക്കുന്നെങ്കിൽ സഹോദര തന്നെയല്ല നീ കുറിക്കുന്നത്, അവന്റെ അടുക്കളയിൽ കൊണ്ട് നിന്നെ തൊട്ട് സുഖപ്പെടുത്താൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ വിടിവിക്കുവാൻ, നിന്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ദൂരത്തായാലും ചാരത്തായാലും അത് ഹല്ലേലൂയ നിനക്കൊരു പങ്കുകാരനുണ്ട്. ആ വേദന അവൻ കൂടിയാണ് വഹിക്കുന്നതാണ്. ഇവ രാത്രി വിശ്വസിച്ച് ദൈവത്തിന്റെ ഒരു സ്തോത്രം, ദൈവത്തിന്റെ മഹത്വമുണ്ടാകുന്ന രാത്രി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാണ്. നമുക്ക് എല്ലാവർക്കും ദൈവം തന്നെ ഒന്ന് എഴുന്നേറ്റുന്നത് ഒരു പാട്ടിന്റെ അടിവാടി അവൻ തന്നെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ആപത്ത് വേദനകൾ ആനന്ദ വേദനകൾ എന്ന പാട്ടിന്റെ അതേ ചാൻസപ്ലാൻ തോന്നിയാണ് ദൈവം എത്രയും പ്രത്യേകിച്ച് വാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്തരുടെ കൈപ്പൂർത്തിയിൻ പാത്രവും